അതിനാടകീയം, അത്യപൂർവം. പുലിമടയിൽ കയറി ട്രംപിൻ്റെ രക്ഷാപ്രവർത്തനം. അല്ല സാജ, ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ പുലി ഇറാനാവും സമ്മതിച്ചില്ല. അപ്പോൾ പുലിമടയിൽ കയറിയ ട്രംപ് ആരാണ്? എലിയാണ്. എലി അങ്ങനെ അല്ലായിരുന്നല്ലോ ഇത്രയും കാലം അല്ലേ? നേരെ തിരിച്ചല്ലായിരുന്നുടാ. അതായത് ഇറാൻ എലിയും ട്രംപ് പുലിയും അല്ലായിരുന്നു. ഇതിപ്പം നേരെ തിരിഞ്ഞില്ലേ? കാര്യങ്ങളൊക്കെ തിരിഞ്ഞു കിടക്കുക. അപ്പോൾ അവിടെ ഏതാണെങ്കിലും സാജൻ സമ്മതിച്ചു, അല്ലെങ്കിൽ സാജൻ്റെ കൂട്ടർ ആ കൃസംഗികൾ അങ്ങോട്ട് സമ്മതിച്ചിട്ടുണ്ട്. സംഭവം പുലിയാണെന്നും പുലിമടയിൽ കയറിയ എലിയാണെന്നും സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല കേട്ടോ ഇതിൽ. അതായത് ഇങ്ങനൊരു അപൂർവ അവസരം കിട്ടിയിട്ട് ഈ പുലിയുടെ മടയിൽ കയറിയ എലിനെ പുലിക്ക് പിടിച്ചു വെക്കാൻ പറ്റിയില്ല. പുലി ഇവിടെ ഒന്ന് ഉറങ്ങിപ്പോയി. അത് മോശമായിപ്പോയി. പുലിയുടെ ആ ഉറക്കത്തിൽ എലികളെല്ലാവരും കൂടി ആ ഒരു എലിനെയും കൂടെ എടുത്തങ്ങോട്ട് പോയി. എന്നാലും എൻ്റെ വല്ലാത്തൊരു ട്രംബലിയെ ഭയങ്കരം തന്നെ. ഏതായാലും നമ്മുടെ സാജൻ വരെ സമ്മതിച്ച സ്ഥിതിക്ക് പുലി തന്നെയാണ് സാജൻ വരെ സമ്മതിച്ച സ്ഥിതിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇന്നത്തെ കുറച്ച് അപ്ഡേറ്റിലോട്ട് പോകാം. ഇത് കണ്ടപ്പം ഒന്ന് ചെയ്യണം തോന്നി, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കണം, പറയണം തോന്നി. ചില ആൾക്കാർ പറഞ്ഞിരുന്നു നമ്മളിങ്ങനെ നിങ്ങൾ സംഘീയ വിരോധം ഇങ്ങനെ വീഡിയോയിൽ പറയരുതിട്ടോന്ന്. അങ്ങനെയല്ല, സംഘീയ വിരോധമുള്ള കാര്യങ്ങൾ നമ്മൾ പറയാണ്ടിരിക്കേണ്ട കാര്യം വല്ലതുണ്ടോ? അതുകൊണ്ട് പറയാം. അല്ലാണ്ട് വേറെ എനിക്ക് സംഘികളെ പറഞ്ഞുകൊണ്ട് എനിക്ക് വലിയ കിട്ടാനൊന്നുമില്ല. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും കിട്ടാനില്ല. പക്ഷേ സംഘികളെ പറയേണ്ടോട് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലേ നാളെ സംഘി നമ്മുടെ തലയിൽ കയറിയിരുന്ന് അപ്പിടും. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അപ്പം ഇന്നത്തെ ചില അപ്ഡേറ്റുകൾ നമ്മൾ കണ്ടു അല്ലേ? അതായത് ഈ പറഞ്ഞ എലിയുടെ ഫൈറ്റർ ജെറ്റുകൾ താഴെ വെക്കുന്ന വീഡിയോ സീനുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോ. ഭയങ്കര രസമാണ് കാണാൻ. ഓരോ വെടി കൊണ്ടിട്ട്, അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റം തന്നെ ഇല്ലാണ്ടായി പോയിട്ടുള്ള ഇറാൻ്റെ ഓരോ വെടികൾ കൊണ്ടിട്ട്, അല്ലെങ്കിൽ വെറും തോക്കിനെ കൊണ്ട് വരെ വെച്ച വെടികൾ കൊണ്ടിട്ട് ഈ 500 കോടി 1000 കോടിയുടെ ഒക്കെ ഓരോ വിമാനങ്ങൾ, US-ൻ്റെ വിമാനങ്ങൾ പെടോ എന്ന് പറയും ദിവസം 4 എണ്ണം വെച്ചിട്ടൊക്കെ ഇറാനിൽ വീണുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ ആണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ മാത്രമല്ല, അതിൻ്റെ ഫോട്ടോസും ദൃശ്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതിൽ നിന്ന് എസ്കേപ്പായി പോയ 2 പട്ടാളക്കാർ, അല്ലെങ്കിൽ 2 പൈലറ്റ്സിനെയാണ് ഇപ്പം അമേരിക്ക പുലിമടയിൽ കയറി എലി രക്ഷിച്ചു പോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു അവസരം, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു എലി അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, ഒരു പെരിച്ചായി കയറിയ സമയത്ത് അവരെ പിടിച്ചു വെക്കാൻ, അല്ലെങ്കിൽ അതിനെ എടുക്കാൻ നമ്മുടെ പുലിക്ക് പറ്റിയില്ല. പുലി എവിടെ ഒന്ന് ഉറങ്ങിപ്പോയി. അത് ശരിയായിട്ടുള്ള കാര്യമായിരുന്നില്ല. എടുക്കണമായിരുന്നു അല്ലേ? ഇത്രയും വലിയൊരു ലോകം മൊത്തം സമ്മതിച്ച് നിൽക്കുന്ന ഒരു അവസരത്തിൽ അതിനെ പിടിക്കേണ്ട ഒരു കാര്യം ചെയ്യണമായിരുന്നു. നമ്മൾ കണ്ടെടുത്തോളം, നമ്മൾ അറിഞ്ഞെടുത്തോളം ഇത് ഇറാൻ്റെ ഈ അതിർത്തി മേഖല ഭാഗങ്ങളിലോട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതുമാത്രമല്ല, അവിടെ ഒന്നും ഇറാൻ്റെ സൈന്യം ഒന്നും അങ്ങോട്ട് എത്തിയിട്ടുമില്ല, അല്ലെങ്കിൽ ഇറാൻ്റെ സൈനികപരമായിട്ട് ഇറാൻ ഒരു വലിയൊരു ഇതൊന്നും അവിടെ നടത്തിയിട്ടില്ല. അവിടുത്തെ കുറേ ആളുകൾ, ലോക്കലിൽ നിൽക്കുന്ന ആളുകളും മറ്റു കുറേ ആളുകളൊക്കെ ഇറങ്ങി ചെന്നിട്ടൊക്കെയാണ് അവിടെ ഇയാളെ പിടിക്കാനും, അല്ലെങ്കിൽ ഇയാളെ എങ്ങനെ പിടിച്ചിട്ട് അവർക്ക് പൈസ $60,000 ഒക്കെ അല്ലേ പറ, അപ്പോൾ അത് കിട്ടാനൊക്കെ ട്രൈ ചെയ്തത്. സൈനിക ഓപ്പറേഷൻസ് എത്രത്തോളം ഇറാൻ അവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല ഇറാൻ അവിടെ കയറി അടിച്ച് അല്ലെങ്കിൽ അയാളെ പിടിക്കണമെന്നുള്ള രീതിയിൽ പോയത് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, ഇങ്ങനെ ഇജക്റ്റ് ചെയ്ത് പോകുന്ന പൈലറ്റ്സിൻ്റെ കയ്യിൽ എന്താണെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവരുടെ കയ്യിലുണ്ടാവും, റഡാർ സിസ്റ്റങ്ങൾ അവരുടെ കയ്യിലുണ്ടാവും. അത് വെച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കും ഒളിച്ചിരുന്നതും അതിനെ ട്രാക്ക് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഇപ്പം ഈ ഒരു റെസ്ക്യൂ നടന്നിട്ടുള്ളതും. ഇനി റെസ്ക്യൂ നടന്ന് എന്ന് അമേരിക്കൻ പ്രസിഡന്റും അല്ലെങ്കിൽ സെൻട്രൽ കമാൻഡുമാണ് പറഞ്ഞത്. ഇറാൻ ഇതുവരെ അതിനുള്ള ഒരു റിപ്ലൈ, അല്ലെങ്കിൽ ഇറാൻ്റെ സൈഡിൽ നിന്ന് അവരെ പിടിച്ചിട്ടില്ലേ എന്നുള്ളതിന് റിപ്ലൈ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് പുലിമടയിൽ കയറി എലി രക്ഷപ്പെട്ടിട്ടുണ്ടോ അതോ പുലി കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇറാൻ്റെ കൺഫർമേഷനും കൂടെ വരട്ടെ. അതല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോയ അമേരിക്കൻ പൈലറ്റ്സ് തന്നെ വന്ന് പറയട്ടെ. ഇനി അങ്ങനെ വല്ല ഡമ്മി പൈലറ്റ്സിനെ കൊണ്ടുവരുമെന്നും പറയാൻ പറ്റില്ല കേട്ടോ. അമേരിക്കയും ഇസ്രായേലും ഒക്കെയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് അത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഇന്നത്തെ മറ്റ് ചില പ്രധാന കാര്യങ്ങൾ പറയാനുള്ളത്, ബഹ്റൈനിലെ ബാപ്കോ റിഫൈനറിയിലോട്ട് ഇറാൻ്റെ മിസൈൽ പതിച്ചിട്ടുണ്ട്. റിഫൈനറി കത്തിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് പുറത്തൗട്ടായിട്ടുണ്ട്. ബാപ്കോ റിഫൈനറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഊർജ്ജ ഉൽപ്പാദന റിഫൈനറികളിലോട്ടൊക്കെയാണ് ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ബാപ്കോയുടെ ഇത്രയും പെർസെൻറ്റേജ്, ഏകദേശം ഒരു മൊണോപ്പോളി തന്നെ എനിക്ക് തോന്നുന്നത് അത് അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് അതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ കറക്റ്റായിട്ട് അവിടെ അടിച്ചിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി ബെൻകുര്യൻ എയർപോർട്ടിലെ ആളുകളെ, അവിടെയുള്ള ആളുകളെയും മറ്റ് ജീവനക്കാരെയും ബാക്കി കാര്യങ്ങളൊക്കെ ഒഴിപ്പിച്ചതിന് ശേഷം അവിടുത്തെ IDF അവിടെ സെർച്ച് ചെയ്യുന്നത്, ഇനിയും മിസൈലിൻ്റെ അവശിഷ്ടങ്ങളോ കാര്യങ്ങളോ ഒക്കെ, അല്ലെങ്കിൽ അവിടെ ഏത് രീതിയിലാണെന്ന് നോക്കുന്ന സെർച്ച് ചെയ്യുന്ന ചില വീഡിയോ ക്ലിപ്പുകൾ ഔട്ടായിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് ആ ഒരു ക്ലിപ്പുകൾ. ഇനി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫോട്ടോ, അതായത് അമേരിക്കയുടെ ഫ്ലൈറ്റ് തകർന്ന് വീണ സ്ഥലത്ത് ഇറാനിലെ സാധാരണക്കാരാണ് ഇത്, അല്ലെങ്കിൽ ഇറാനിലെ ഈ ആയുധധാരികളായിട്ടുള്ള മറ്റാളുകളാണ്. അവർ തോക്കുമൊക്കെ പിടിച്ചിട്ട് അമേരിക്കൻ പട്ടാളക്കാരെ പിടിക്കാൻ പോയതിൻ്റെ ചില ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ ചില വീഡിയോസും ഫോട്ടോസും ഒക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൽ പറയുന്നത് അവർ ഈ പറഞ്ഞ പൈലറ്റ്സിനെ അവർ ഇല്ലാണ്ടാക്കിയെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ അറിയില്ല, അതൊരു ഔദ്യോഗികമായിട്ടുള്ള ക്ലെയിം അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും പറയാത്തത്. പക്ഷേ അവിടെ നിന്ന് എടുത്തിട്ടുള്ള അവരുടെ ഫോട്ടോസും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിലാണ് ആ ഫ്ലൈറ്റ് വീണ് കിടക്കുന്ന ഫ്ലൈറ്റ് ഉള്ളത്. ഇനി
ഇനി ഈ ഒരു ഫ്ലൈറ്റ് വീണ് കിടക്കുന്ന വീഡിയോ 1980 അമേരിക്കയുടെ ഫ്ലൈറ്റ് അല്ലെ അമേരിക്കയുടെ ഹെലികോപ്റ്ററുകൾ ഒരു ഓപ്പറേഷൻ നടത്തി ഇറാനിൽ വീണതിൻ്റെ കഥ നമുക്കറിയാം. അമേരിക്ക തോറ്റോടിയിട്ടുള്ള ഒരു മിഷനായിരുന്നു ആ മിഷൻ. അന്നത്തെ ചില ഫോട്ടോസും ഇന്നത്തെ ഫോട്ടോസും കൂടെ കമ്പയർ ചെയ്ത് കുറേ ആളുകൾ എന്താ പറയുക അതിനെ കമ്പാരിസൺ ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട്. അന്ന് വീണതിൻ്റെ ഫോട്ടോ ആണ് നമ്മൾ ഈ കാണുന്നത്. താഴെ ഉള്ളത് അതിൽ ആയത്തുള്ള അലി ഖാംനയുടെ ഇമേജസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാം. നേരിട്ട് പോയി പുള്ളി അന്ന് അതിനെ സന്ദർശിച്ചതിൻ്റെ വീഡിയോസും അല്ലെങ്കിൽ ഫോട്ടോസുമാണ്. താഴത്ത് ഇപ്പം ഇന്ന് വീണ അതേ സ്ഥലത്ത് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു മരുഭൂമിയിൽ അമേരിക്കയുടെ ഫ്ലൈറ്റ് വീണ് അമേരിക്കയുടെ തോൽവി സമ്മതിച്ചിട്ടുള്ള മറ്റൊരു ദൃശ്യം കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത് മറ്റൊരു ഫാക്ടറി, ഇസ്രായേലിൻ്റെ മറ്റൊരു ഫാക്ടറി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പലസ്തീൻ, അതായത് അധിനിവേശ പലസ്തീൻ്റെ അടുത്ത് പിടിച്ചെടുത്തിട്ടുള്ള ഇസ്രായേലിൻ്റെ ഒരു സ്ഥലത്തെ ഒരു ഫാക്ടറിയിലോട്ട് വന്ന മിസൈൽ വീണിട്ട് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന ഇമേജസ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ ഇന്ന് ബഹ്റൈനിൽ മാത്രമല്ല കേട്ടോ, ബഹ്റൈനിൽ മാത്രമല്ല, ഇന്ന് കുവൈറ്റിലും ഭയങ്കരമായിട്ടുള്ള അടി നടന്നിട്ടുണ്ട്. ഖത്തറിലോട്ട് അടി നടക്കുന്നുണ്ട്. UAE-ൽ 8Z പോയിന്റിലോട്ട് ഇന്ന് UAE-ലോട്ട് അടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല UAE-ക്ക്. കാരണം UAE ആ രീതിയിലാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇരുന്നൊടുക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ട്രംപിനും നെതന്യാഹുവിനും. അതുകൊണ്ട് തന്നെ UAE-നെ ഒരു രീതിയിലും ഇറാൻ വെറുതെ വിടും എന്ന് തോന്നുന്നില്ല. ഇനി ഇറാനിലെ നാശനഷ്ടങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇറാനിലെ പല പാലങ്ങളും പൊളിഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ പല സ്ഥലത്തോട്ടും ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പം അത് ഒരു സൈഡിൽ അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറാൻ നമ്മൾ പറഞ്ഞില്ല, നമ്മളൊരു യുദ്ധത്തിൽ 2 സ്ഥലത്ത് ആളുകൾ മരിക്കുക. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഇസ്രായേലിലെ ബുദ്ധിമുട്ടുകളിൽ അമേരിക്കയിലുള്ള ബുദ്ധിമുട്ടുകളും പറയുന്നത് അത് ഫോക്കസ് ചെയ്ത് പറയുന്ന മാധ്യമങ്ങളും കാര്യങ്ങളും കുറവാണ്. തിരിച്ച് ഇറാനിൽ അത് പറ്റി, ഇറാൻ പൊട്ടി, ഇറാൻ തോറ്റ, ഇറാൻ തേഞ്ഞ് ഇത് പറയാനാണ് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളുള്ളത്. അതുകൊണ്ടാണ് തിരിച്ച് അപ്പുറത്ത് എന്ത് നടക്കുന്നു എന്ന് പറയുന്നത്. 2 സ്ഥലത്തും നാശനഷ്ടങ്ങൾ ഒരുപോലെ ഉണ്ട്. ഒരു മിലിറ്ററി ബേസ് അല്ലെങ്കിൽ ഒരു മിലിറ്ററി ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സത്യത്തിൽ ഇറാനിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ പറഞ്ഞ അമേരിക്കയിൽ അല്ലെങ്കിൽ US ബേസുകളല്ല. പക്ഷേ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ കയ്യിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഈ റിസോഴ്സസ് വെച്ച് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു മിസൈലുകളും കാര്യങ്ങളും അമേരിക്കയുടെ അത്യാധുനിക റഡാർ സിസ്റ്റത്തെയും വിമാനങ്ങളെയും ഇസ്രായേലിൻ്റെ സ്ഥലങ്ങളെയും അവരുടെ അയൺ ഡോം സിസ്റ്റത്തിനെ വരെ തകർത്ത് പോകുക എന്നുള്ളതിൽ ഒരു സ്ട്രാറ്റജിക്കലി നോക്കുകയാണെങ്കിൽ ഇറാനാണ് യുദ്ധത്തിൽ ജയിച്ചു നിൽക്കുന്നത്. മറ്റു രീതിയിൽ ഇപ്പോൾ ആളുകളുടെ എണ്ണം എത്ര ആളുകൾ മരണപ്പെട്ടു, എത്ര ബിൽഡിങ്ങുകൾ പൊളിച്ചു എന്നുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ അമേരിക്കയും ഇസ്രായേലും തന്നെ. പക്ഷേ ഈ 2 രാജ്യങ്ങളുടെ സൈനിക പവറും കാര്യങ്ങളും പിന്നെ സ്ട്രാറ്റജിക്കലി ഇവർ ചെയ്യുന്ന മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇറാനാണ് ജയിച്ചു നിൽക്കുന്നത്. ലോക രാജ്യങ്ങൾ മൊത്തം അമേരിക്കക്കെതിരെ തിരിഞ്ഞൊരവസ്ഥ. അതായത് നാറ്റോ രാജ്യങ്ങൾ, ഇതുവരെ തള്ളിപ്പറയാത്ത നാറ്റോ രാജ്യങ്ങൾ വരെ അമേരിക്കനോട് പറയാം, നിങ്ങളുടെ യുദ്ധം ഞങ്ങളുടേതല്ല, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ. ബ്രിട്ടനും അമേരിക്കയും എടുത്ത് നോക്ക്. ബ്രിട്ടനും അമേരിക്കയും എവിടെ അധിനിവേശത്തിൽ ഒരുമിച്ച് പോയി നിന്നിട്ട് അവിടുന്ന് കത്ത് വരുന്ന കൂട്ടരാ. അതുവരെ തെറ്റി. ബ്രിട്ടൻ പോലും ഇല്ല, ഞങ്ങൾ നിങ്ങളെ കൂടെ ഇല്ല, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം. അങ്ങനെ ലോകരാജ്യങ്ങൾ ഈ പറഞ്ഞ അറബികൾ കുറേ ചാവാലികൾ ഇതിൻ്റെ പിന്നാലെ നടക്കുക എന്നല്ലാണ്ട്, ഇവന്മാരെ താങ്ങി നടക്കുക എന്നല്ലാണ്ട് ബാക്കി ലോകരാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളും ഈ പറഞ്ഞ നാറ്റോ രാജ്യങ്ങളും മൊത്തത്തിൽ ഇതിനെതിരെ നിൽക്കുമ്പോഴും അറബ് രാജ്യങ്ങളാണ് അവിടെ ആസനം നക്കിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്, നിങ്ങൾ ഈ മൊത്തത്തിൽ എടുത്ത് നോക്കുന്നതിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത്. അതിനുള്ള കാരണങ്ങൾ ആ രീതിയിൽ ആയിപ്പോയി. ഇപ്പം അറബ് രാജ്യങ്ങൾ ആ രീതിയിലോട്ട് ആയിപ്പോയി. അവർക്ക് ഇത് സപ്പോർട്ട് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ മൊത്തത്തിൽ അവരുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് അവർ ചെയ്തേ പറ്റൂ. പക്ഷേ അത് പണ്ട് മുതലേ അങ്ങനെ വിധേയപ്പെട്ട് ജീവിച്ചു പോയതുകൊണ്ട്, അറബികൾ വിധേയപ്പെട്ട് ജീവിച്ചതുകൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇറാൻ്റെ യുദ്ധത്തിൻ്റെ ആ ഒരു ആഘാതം നോക്കുകയാണെങ്കിൽ ഇറാനിലും ഇഷ്ടം പോലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി മറ്റ് ചില പോയിന്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് വന്നിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അതായത് അമേരിക്കൻ നീക്കങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നതിൻ്റെ ഭാഗമായിട്ട് തോക്കുകളേന്തി പരിശീലനം നടത്തുന്ന ഇറാനിയൻ സ്ത്രീകളുടെ ദൃശ്യങ്ങൾ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അത് യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ യൂണിഫോം ധരിച്ച സൈനികർ മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വരെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഈ റെജീം ചേഞ്ച് ചെയ്യാൻ പോയ സ്ഥലമാണ്, രാജ്യത്തിന് വേണ്ടി പോരാടും എന്ന് കാണിച്ചുകൊണ്ട് ഇറാൻ്റെ എന്താ പറയുക ഒരു സന്ദേശം ആയിട്ട് ഈ ഒരു വീഡിയോ പുറത്തോട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാം, ഇതിൽ സ്ത്രീകളാണ് തോക്കേന്തി നടക്കുന്നതും അല്ലെങ്കിൽ യുദ്ധസന്നാഹങ്ങൾക്ക് ഒരുങ്ങി നിൽക്കുന്ന സ്ത്രീകളെ നമുക്കിതിൽ കാണാൻ പറ്റും. എവിടെ സ്ത്രീകൾക്ക് ഒരു സ്ഥലത്തും ഇല്ലാത്ത, അതായത് ഒരു സ്വാതന്ത്ര്യം ഇല്ലാണ്ട് പുറത്തിട്ട് മാത്രം പുറത്തിറക്കുന്ന അല്ലെങ്കിൽ ശപിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീകളുള്ള സ്ഥലത്തെ അവസ്ഥയാണ്. യുദ്ധത്തിന് വരെ അവിടെ സ്ത്രീകളെ ഇറക്കാൻ റെഡിയാണ്. യുദ്ധം മാത്രമല്ല, ഇറാനിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് എടുത്ത സംഘികളോടും ക്രിസംഘികളോടും നിങ്ങൾ വെറുതെ ഒന്ന് നിങ്ങളുടെ ഗൂഗിൾ ഫോൺ എടുത്തിട്ട് ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് നോക്കുക, ഇറാനിയൻ ലൈഫ്, ഇറാനിയൻ നൈറ്റ് ലൈഫ്, ഇറാനിയൻ സ്ട്രീറ്റ്, ഇറാനിയൻ ഇതൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പല വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടുത്തെ സ്ത്രീകൾ നമ്മൾ ഇവിടത്തെ നടക്കുന്നേക്കാളും നല്ല ഫാഷനബിൾ ആയിട്ട് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു IRGC പുറത്തോട്ട് വിട്ടിട്ടുള്ള ഇറാൻ സൈന്യം പുറത്തോട്ട് വിട്ടിട്ടുള്ള ഈ ഒരു വീഡിയോ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ തോന്നിയത്. ഇന്നത് മാത്രമല്ല, അമേരിക്കയുടെ ഏകദേശം 50,000-ഓളം പട്ടാളക്കാരാണല്ലോ വിന്യസിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ 50,000 പട്ടാളക്കാരെ തുരത്താൻ വേണ്ടി ഇറാൻ്റെ 10 ലക്ഷം കൂട്ടത്തിൽ പോരാത്തതിന് അവിടുത്തെ ജനങ്ങളും ഇതുപോലെ തോക്കേന്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇറാനിൽ ഇപ്പോൾ ഉള്ളത്. ഇനി അതേ സ്ഥാനത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഇസ്രായേലിലെ അവസ്ഥ എന്താണ്?
പട്ടാളത്തിൽ ചേരാൻ ആളില്ല. 18ഉം 19ഉം വയസ്സായിട്ടുള്ള ചെറിയ പയ്യന്മാരെ പട്ടാളത്തിനൊക്കെ കൊണ്ട് ഇരുത്തുക, അവന്മാരെ ഇറാൻ അല്ലെങ്കിൽ ഹിസ്ബുള്ള കൊന്ന് പെട്ടിയിലാക്കി തിരിച്ചു വിടുക. ഇതാണ് നടക്കുന്നത്. പക്ഷേ ഇറാൻ നേരെ തിരിച്ചാണ്. യുദ്ധത്തിന് ആരും എപ്പോഴും റെഡി ആയിട്ട് ഇറങ്ങുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഇസ്രായേൽ ഇന്നലെ ടെലവീവിൽ വീണ്ടും രാത്രി നടന്നിട്ടുള്ള പ്രൊട്ടസ്റ്റിൽ അവിടെ പിടിച്ച ആളുകളെ അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥ, ഇമേജസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരെയും അവിടുന്ന് തൂക്കിയെടുത്ത് ജയിലിൽ കൊണ്ടിട്ട് അവിടുന്ന് പീഡിപ്പിക്കുക. അതായത് ഞങ്ങളുടെ റെജീമിന് അല്ലെങ്കിൽ യുദ്ധത്തിനെതിരെ അല്ലെങ്കിൽ നെതന്യാഹുവിനെതിരെ നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ നിന്നെ കൊല്ലും. ഇതാണ് അവിടെ നടക്കുന്നത്. ഇറാനിൽ അത് നടന്നെന്നും പറഞ്ഞിട്ടാണ് ഇവന്മാർ ഇത്രയും കുത്തിത്തിരിപ്പും കാര്യങ്ങൾ ഉണ്ടാക്കി അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. പക്ഷെ അവിടെ നടക്കുന്നത്, അവിടുത്തെ ആൾക്കാർ ദുരിതം കൊണ്ട് അവരുണ്ടാക്കുന്നതും ഇവിടെ നടക്കുന്നത് മൊസാദിനെയും CIA വെച്ചിട്ട് ഇവിടുത്തെ ആളുകളെ കുത്തിത്തിരിച്ച് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇറാനെതിരെ അല്ലെങ്കിൽ റെജീമിനെതിരെ ഉണ്ടാക്കിയിട്ടുള്ള യുദ്ധമാണ്. വളരെ അതായത് യുദ്ധം എക്സ്പോസ് ചെയ്യുക പല കാര്യങ്ങളും. ഈ യുദ്ധങ്ങൾ തുടങ്ങിയ സമയത്ത് അമേരിക്കയുടെ ശക്തി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ രാജ്യത്തിന് അമേരിക്കന് ഏത് രീതിയിൽ തിരിച്ചടിക്കാൻ പറ്റുമെന്ന് ലോക രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഇതായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു മെസ്സേജാണ് ഇത്. അമേരിക്ക പേടിപ്പിച്ചാലും നിങ്ങൾക്ക് ശക്തി, നിങ്ങൾക്ക് ആർജവം, നിങ്ങൾക്കൊരു മനക്കരുത്തുണ്ടെങ്കിൽ നിങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് കാണിക്കുന്ന ഇറാനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ അമേരിക്ക ഒരുമിച്ച് അടിച്ചിട്ടു. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. അതേ സ്ഥാനത്ത് അവിടെ അതിൻ്റെ അകത്ത് ഇവരുടെ രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന ആഭ്യന്തര യുദ്ധങ്ങളും ആഭ്യന്തര കലാപങ്ങളും പൊടിപൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കാര്യമായിട്ട് പറയാനുള്ള ചില അപ്ഡേറ്റുകൾ. ഇനി യുദ്ധം സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുടെ ജീവൻ രണ്ട് ഭാഗത്തും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കമ്പനികൾ, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് റിലേറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ ജീവിതം എല്ലാം വല്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാൻ നിൽക്കുന്ന ഇവിടെ പോലും, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് പോലും എണ്ണയില്ല, സാധനങ്ങൾക്ക് വില കൂടി, ഹോട്ടലുകൾ അടച്ചിട്ടു, LPG സെൻറ്ററുകൾ അടച്ചിട്ടു, LPGയിൽ ഓടുന്ന ഓട്ടോകൾ ഓടാൻ പറ്റുന്നില്ല. ഒരുപാട് വർഷങ്ങളിലൂടെ ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ടും ലൈക്കും ഒക്കെ ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അപ്ഡേറ്റിൽ വീണ്ടും കാണാം. ശരി.